ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ടച്ച് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വടകപ്പുളി നാരങ്ങ കൊണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് ആൻഡ് സിമ്പിൾ കറി ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഗ്യാസിൻ്റെ ചിലവും കുറച്ച് സമയം കുറച്ച് അധികം നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കറികളാണ് ഞങ്ങളുടെ മിഷൻ. അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് 3 വടകപ്പുളി നാരങ്ങ എടുക്കാം. അത് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ കട്ടാക്കി എടുത്ത് അതിനകത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സാക്കി വെച്ചിട്ടാണ് ഒരു 4-5 പച്ചമുളകും കുനുകുന അരിഞ്ഞിടണം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം, കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ മൺപാത്രം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഇതിനകത്ത് 3.5 സ്പൂൺ കശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇടാം. ഇനി നമ്മൾ നേരത്തെ ഉപ്പെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള നാരങ്ങ അതേപോലെ തന്നെ പച്ചമുളകും ഇതിനകത്ത് ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വെള്ളം കൂടാനും പാടില്ല. നാരങ്ങയെല്ലാം ഒരു ലെവലിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ആ വെള്ളവും ചൂടുവെള്ളവും മുളക് പൊടിയൊക്കെ ഇതിൻ്റെ മേലെ തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് പൊടികളും കൂടി ഇടാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറച്ച് ഉലുവപ്പൊടി നമ്മൾ വളരെ കുറച്ച്. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടി അല്ലെങ്കിൽ ഹിങ്. ഇതൊരു ബോട്ടലിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു ഓൾമോസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം അതിടണം. അതിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് കടുക് താളിക്കണം. എണ്ണ ചൂടായതിന് ശേഷം ഇതിനകത്ത് കടുക് പൊട്ടിക്കാം. ഓക്കെ, കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ ഇതിനകത്ത് 4 മുഴുവൻ ഉലുവ, വളരെ കുറച്ച് മുഴുവൻ ഉലുവ അതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളക് കുറച്ച്, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയും താളിക്കാനുള്ള സാധനങ്ങളായിട്ട് നല്ല രീതിയിലൊന്ന് താളിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ള ആ നാരങ്ങ കറിക്കകത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി നിങ്ങൾക്ക് 5 മിനിറ്റിന് താഴെ ഈ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.